എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു അച്ചാറാണ്, മാങ്ങ അച്ചാർ, നാടൻ മാങ്ങ അച്ചാർ. വളരെ ഞൊടിയിടയിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന അച്ചാറാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നല്ല ഫ്രഷ് മാങ്ങ നമ്മൾ മാവിൽ നിന്ന് പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി നേരെ അച്ചാർ ഉണ്ടാക്കാൻ പോകാം. അപ്പോൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഇതേ മാങ്ങ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലൊരു വലിയ പാത്രത്തിലോട്ടൊന്ന് മാറ്റാം. സാധാരണ എല്ലാവരും നമ്മൾ കടുകൊക്കെ വറുത്തിട്ട് അതിനകത്താണല്ലോ മുളക് പൊടിയൊക്കെ ഇട്ട് കടുവറുത്തെടുക്കുക. പക്ഷേ ഇങ്ങനെ നമ്മളിന്ന് ചെയ്യുന്നത് പൊടികളെല്ലാം നേരിട്ട് ഈ മാങ്ങയിലോട്ട് തന്നെ ചേർക്കുകയാണ്. ഇതാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ മറ്റേ ഉണ്ടാക്കുന്ന രീതിയേക്കാളും എളുപ്പത്തിൽ നമുക്ക് അച്ചാർ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മാങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് ഉലുവാപ്പൊടി, ഇത്രയും മതിയാവും. ഉലുവാപ്പൊടി അധികം ചേർക്കരുത്, കയ്പുണ്ടാവും. ഇനി നമ്മുടെ അച്ചാറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി കുറച്ച് വിനാഗിരി. ഇത് എക്സെപ്ഷനാണ് കേട്ടോ, വേണ്ടാന്നുള്ളവർ ചേർക്കണ്ട, എന്നാലും നമുക്ക് കുറച്ച് ചേർക്കാം. ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ വിനാഗിരി ചേർക്കാൻ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ കൂട്ടൊക്കെ മാങ്ങയിലോട്ടൊന്ന് പിടിക്കാനായിട്ട് ഒരു 10 മിനിറ്റ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ കേട്ടോ, നല്ല ടേസ്റ്റാണ്. മസാലയൊക്കെ നന്നായിട്ട് പുരണ്ടിരിക്കുവാണ്. ഇനി നമുക്ക് അച്ചാർ കടുക് വറുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴികെ ഏതെണ്ണ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. വെളിച്ചെണ്ണ നമ്മൾ ഒരുപാട് നാൾ വെക്കുവാണെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് ചീത്തയായി പോകും. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു 4 വെളുത്തുള്ളി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന മാങ്ങാക്കൂട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കുറച്ച് വെള്ളം കൂടി ആ പാത്രത്തിലോട്ട് ഒഴിച്ച് ഒന്ന് കലക്കി ഒഴിച്ച് കൊടുക്കാം. അധികം ചാറ് വേണ്ട. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാവണം. തിളയ്ക്കാൻ അനുവദിക്കരുത്. അതിന് മുന്നേ നമുക്ക് ഓഫാക്കാം. നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. നമ്മുടെ അച്ചാർ തയ്യാറായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ മാങ്ങ അച്ചാർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.